ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ UK ശ്ലൈഹിക സന്ദർശനം പുരോഗമിക്കുന്നു. മലങ്കര സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിലെ യുണൈറ്റഡ് കിങ്ഡം വെൽസ് ഹോളി ഇന്നസെന്റ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളി, പൗരസ്ത്യ സിംഹാസനത്തിന് കീഴിലുള്ള നിർമ്മല ശിശു സഹോദയന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാൽ ഉയർത്തപ്പെട്ടു. UK, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസനത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ദേവാലയമായ ലണ്ടൻ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയെ ഭദ്രാസനത്തിൻ്റെ കത്തീഡ്രൽ ദേവാലയമായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ജൂൺ 1 പ്രഖ്യാപിച്ചു. അയർലൻഡിലെ ഏറ്റവും മനോഹരമായ ആരാധനാലയങ്ങളിൽ ഒന്നായ 795 നാഷണൽ സെമിനാരിയായി സ്ഥാപിതമായ കോളേജ് ചാപ്പലിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജൂൺ 2 നടന്ന അയർലൻഡ് റീജിയൻ ഓർത്തഡോക്സ് സംഗമത്തിൽ പരിശുദ്ധ പിതാവ് മുഖ്യ അതിഥിയായിരുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അയർലൻഡ് എക്യൂമെനിക്കൽ ചർച്ചസിലെ അഭിവന്യ പിതാക്കന്മാരെയും അയർലൻഡ് ഇന്ത്യൻ എംബസി അംബാസിഡറിനെയും സന്ദർശിക്കുകയുണ്ടായി. ഏഷ്യൻ എക്യൂമെനിക്കൽ മൈഗ്രൻസ് അഡ്വക്കസി നെറ്റ്വർക്ക് എമാൻ ഫോറം ഓഫ് ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ ദുബായിൽ നടത്തിയ കോൺഫറൻസിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ സെറാഫിൻ മെത്രാപ്പോലിത്ത പങ്കെടുത്തു. അഭിവന്യ തിരുമേനി കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള അജപാലന പരിപാലനത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ ദൈവശാസ്ത്ര പ്രതിഫലനം എന്ന വിഷയത്തിൽ ഒരു സുപ്രധാന പ്രബന്ധം അവതരിപ്പിച്ചു. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാരും വൈദികരും അഭിവന്യ പിതാവ് അവതരിപ്പിച്ച പ്രബന്ധത്തെ അഭിനന്ദിച്ചു. ഭാഗ്യസ്മരണാർഹനായ ഔഗേന്മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ 17ാം ഓർമ്മ പെരുന്നാൾ വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ മെയ് 26 മുതൽ ജൂൺ 6 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസരം ആചരിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വിദ്യാരംഭം, ധ്യാന യോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലിത്ത, അഭിവന്യ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത, അഭിവന്യ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത, അഭിവന്യ സഖറിയ മാർ സേവേറിയോസ് മെത്രാപ്പൊലിത്ത എന്നീ പിതാക്കന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഇൻചാർജായി ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ ചുമതലയേറ്റു. പഴയ സെമിനാരി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത, മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യൂസ്, സെമിനാരി അധ്യാപകർ, കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന നദിയാണ് കൊല്ലം ഭദ്രാസന യുവജന പ്രസ്ഥാനമെന്ന് NK പ്രേമചന്ദ്രൻ MP. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കൊല്ലം ഭദ്രാസന വാർഷികം തൃപ്പലഴികം സെന്റ് തോമസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ഭദ്രാസന അധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവനാസ്യോസ് അധ്യക്ഷത വഹിച്ചു. ഇടം ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച ഭവനത്തിൻ്റെ താക്കോൽദാനം ഡോക്ടർ ജോസഫ് മാർ ദിവനാസ്യോസ് നിർവഹിച്ചു. ഭദ്രാസന ജനറൽ സെക്രട്ടറി ഫാദർ മാത്യു P. ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ വിജു എലിയാസ് ക്ലാസ് നയിച്ചു. പരിസ്ഥിതി വാരാഘോഷം അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ജൂൺ 2 മുതൽ 9 വരെയുള്ള പരിസ്ഥിതി വാരത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈനടിയിൽ ഉദ്ഘാടനം സുന്നഹദോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലിത്ത പരുമലപ്പള്ളി പരിസരത്ത് നിർവഹിച്ചു. പരുമല സെമിനാരി മാനേജർ പോൾ റംബാൻ, ഫാദർ മാത്തുക്കുട്ടി, വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു മാത്യു, ജനറൽ സെക്രട്ടറി ഫാദർ മത്തായി കുന്നിൽ, സെക്രട്ടറി ഐസക് തോമസ്, സനാജി ജോർജ്, സോണൽ സെക്രട്ടറി രഞ്ജി ജോർജ്, ജുബിലിൻ എലിസബത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളും ആധ്യാത്മിക സംഘടനകളും വിദ്യാലയങ്ങളും കേന്ദ്രങ്ങളും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുന്നു. നാശോന്മുഖമായ പരിസ്ഥിതി പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഊർജിത ശ്രമങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പ്രസ്താവിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ പരിസ്ഥിതി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അഖില മലങ്കര പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരുത്തരവാദപരമായും ഹ്രസ്വദൃഷ്ടിയോടെയും അത്യാർത്തിയോടെയും പരിസ്ഥിതി ഉപഭോഗം ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ലോകം ഇന്ന് നേരിടുന്ന ഗുരുതരമായ പരിസ്ഥിതി ശോഷണമെന്ന്
പുനരുജ്ജീവനത്തിനായി ഏവരും കർമ്മനിരതരാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ദിവിനാസ്യോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. പൂർവ്വ സമ്പുഷ്ടിയോടെ പരിസ്ഥിതി വരും തലമുറകൾക്ക് കൈമാറുവാൻ സമർപ്പണത്തോടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാൻ ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മാതൃകാ ഫലവൃക്ഷത്തോട്ടം പദ്ധതിയും ഹരിത ഓഡിറ്റിംഗ് പദ്ധതിയും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഡാൻ മാത്യു മുഖ്യ സന്ദേശം നൽകി. ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, പരിസ്ഥിതി കമ്മീഷൻ സെക്രട്ടറി ഫാദർ കോശി ജോൺ കലേപുരം, വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ജോർജ്, മൗണ്ട് താബോർ ദേറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു, ഡോക്ടർ ഡേവിഡ് കോശി റമ്പാൻ, ടി പി പ്രിൻസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ സി ഡാനിയൽ, നിതിൻ മണക്കാട്ടുമണ്ണിൽ, സാറാമ ജോയ് എന്നിവർ പ്രസംഗിച്ചു. പരുമല സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ യുയാക്കിം മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ 99-ാം ഓർമ്മ പെരുന്നാൾ പരുമല സെമിനാരിയിൽ ആചരിച്ചു. കൊച്ചി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രാപ്പൊലിത്ത, പരുമല സെമിനാരി മാനേജർ വന്യ കെ വി പോൾ റമ്പാൻ, അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്തുക്കുട്ടി, ഫാദർ എൽദോസ് ഏലിയാസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വിദ്യാർത്ഥികൾ ലക്ഷ്യബോധത്തോടെ സ്വപ്ന ചിറകുകളിൽ പറന്ന് രാജ്യസേവനം സാക്ഷാത്കരിക്കണം. അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സിവിൽ സർവീസ് തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഓർത്തഡോക്സ് സഭ മർത്തമറിയം സമാജം ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൻ്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ IAS ഹബ് അക്കാദമിയിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തുടർ പരിശീലനം നൽകും. പഠനത്തോടൊപ്പം സിവിൽ സർവീസ് തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തി രാജ്യസേവനം എന്ന ലക്ഷ്യത്തിൽ വേഗത്തിൽ കരസ്ഥമാക്കുവാൻ വിദ്യാർത്ഥികളെ ഒരുക്കുക എന്നതാണ് സ്മാർട്ട് ജൂനിയേഴ്സ് എന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം. 200-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോട്ടയം മർത്തമറിയം കേന്ദ്ര ഓഫീസിൽ വെച്ച് നടന്ന ക്യാമ്പ് ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ടിജു തോമസ് IRS മുഖ്യ മാർഗനിർദ്ദേശം നൽകി. IAS ഹബ് അക്കാഡമിക് ഹെഡ് മാത്യു ടി തോമസ് ക്ലാസ് നയിച്ചു. ഫാദർ ഫിലിപ്പ് തരകൻ, ഫാദർ ഡോക്ടർ വിവേക് വർഗീസ്, ഫാദർ സജി മേക്കാട്ട്, പ്രൊഫസർ മേരി മാത്യു, ആലിസ് കോശി, വത്സമ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ക്ലാറ വാൽഷിൻ്റെ ഓർമ്മ ദിനം ജൂൺ 6 വ്യാഴാഴ്ച തടാകം ആശ്രമത്തിൽ ആചരിച്ചു. മലങ്കര മക്കളും ഇന്ത്യ രാജ്യവും ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2 വ്യക്തിത്വങ്ങൾ, ബിഷപ്പ് പാക്കൻഹാം വാൾഷും ക്ലാറ വാൾഷും. വിശുദ്ധ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നന്മയുടെ വെളിച്ചമായി ഇന്ത്യൻ മണ്ണിലേക്കും മലങ്കര സഭയിലേക്കും കടന്നു വന്നവരാണ്. അയർലൻഡ് രാജ്യത്തു നിന്നും ഇന്ത്യ രാജ്യത്ത് മിഷണറിമാരായി വരികയും കൽക്കട്ട ബിഷപ്പ് കോളേജിൻ്റെ പ്രിൻസിപ്പൽസ് സേവനമനുഷ്ഠിച്ച സമയത്ത് അവിടെ വച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 3 യുവാക്കളെ പരിചയപ്പെട്ട് വാത്സല്യ ശിഷ്യരോട് അവരുടെ ഭാവി ജീവിതത്തെപ്പറ്റി ചോദിച്ചറിഞ്ഞ് ഒരു മിഷൻ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ അവർ തൻ്റെ ഗുരുനാഥനോട് അറിയിച്ചു. അങ്ങനെ ബിഷപ്പ് വാൾഷും ഓർത്തഡോക്സ് സഭയുടെ 3 യുവ ചെറുപ്പക്കാരായ KC വർഗീസ്, TO മാത്യു, KC ചാക്കോ തമിഴ്നാട് പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം 1936-ൽ കോയമ്പത്തൂർ തടാകത്ത് ക്രിസ്തു ശിഷ്യ ആശ്രമത്തിന് രൂപം കൊടുത്തു. പിന്നീട് ക്രിസ്തു ശിഷ്യ ആശ്രമത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വവും അവകാശവും അധികാരവും മലങ്കര മെത്രാപ്പൊലിത്തയ്ക്കും മലങ്കര സഭയ്ക്കും ഈ പിതാവ് എഴുതി കൊടുത്തു. പ്രാർത്ഥന, പഠനം, ദൈവിക ശുശ്രൂഷ എന്നീ കാഴ്ചകളിലൂടെ പാവപ്പെട്ടവരുടെ ഇടയിലേക്കും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലേക്കും പുതിയ ഒരു നന്മയുടെയും വെളിച്ചത്തിൻ്റെയും ദീപം പകർന്നു കൊടുക്കുകയും ആ ദൈവിക വെളിച്ചം വീശുവാൻ തക്കവണ്ണം ഈ പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി ക്ലാറ വാഷ്. സ്കൂൾ പഠനത്തോടൊപ്പം സിവിൽ സർവീസ് പരിശീലനവും എന്ന ലക്ഷ്യത്തോടെ സ്മാർട്ട് ജൂനിയേഴ്സ് സിവിൽ സർവീസ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് തുടക്കമായി. സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി സ്കൂൾ പഠനം മുതൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ IAS ഹബ് അക്കാഡമി വഴിയാണ് പരിശീലനം നൽകുന്നത്. സ്മാർട്ട് ജൂനിയേഴ്സ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ച് കോഴ്സിൽ ചേരാവുന്നതാണ്. ജൂൺ 23-ന് ക്ലാസുകൾ ഓൺലൈനായി ആരംഭിക്കും. മലങ്കര സഭയ്ക്ക് അഭിമാനമാകുന്ന ചില വാർത്തകളാണ് എടുത്തത്.
കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി ചുമതലയേൽക്കുന്ന ഡോക്ടർ വർഗീസ് പി പുന്നൂസിനും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് BEd ഫിസിക്കൽ സയൻസ് പരീക്ഷയിൽ 2ാം റാങ്ക് ലഭിച്ച ശ്രീമതി മിൻസീലിയ ഇഗ്നേഷ്യസിനും ആലുവ UC കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജായി നിയമിക്കപ്പെട്ട ഡോക്ടർ മിനി ആലിസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.